നമ്മൾ അധ്വാനിക്കുന്നുണ്ട് എന്ന് അള്ളാഹുവിന് ബോധ്യപ്പെട്ടാൽ, നമ്മൾ അധ്വാനിക്കുന്നുണ്ട്, നമ്മൾ അതിനു വേണ്ടി ശരിക്കും ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്, ഇത് അള്ളാഹുവിന് ബോധ്യപ്പെടേണ്ട വിഷയം. ജനങ്ങളെ ബോധ്യപ്പെടുത്തരുത്. ജനങ്ങളെ ബോധ്യപ്പെടുത്തിയ വല്ല കാര്യമൊന്നുമില്ല. എത്രയോ പുകഴ്ത്തി പറഞ്ഞ അതേ മനുഷ്യന്മാരെ ചവിട്ടി താഴ്ത്തും ചെയ്യും, അല്ലേ? അല്ലാഹു അക്ബർ തക്ബീറൊക്കെ ചൊല്ലിയ ഒരു പിറ്റേന്ന് മാറി നിന്നിട്ട് എന്ത് ചെയ്യും? ചിലപ്പോൾ ലഅനത്തുല്ലാഹി അലൈഹി എന്നും പറഞ്ഞു വരും. മനുഷ്യന്മാർ അങ്ങനെയാണ്. മനുഷ്യന്മാരെന്ത് ചെയ്യണ്ട, അവരെ വിചാരിച്ചുകൊണ്ടൊന്നും പറയാൻ നിന്നിട്ട് ഒരു കാര്യമില്ല, ചെയ്യും ചെയ്യരുത്. അല്ലാഹുവിനെ തൃപ്തിപ്പെടുത്തുക. അത് ഇഷ്ടപ്പെടുന്നവർ ഇഷ്ടപ്പെടട്ടെ, അല്ലാത്തവർക്ക് ഇഷ്ടപ്പെടണ്ട. ആ ഒരു മൈൻഡിലേക്ക് നമ്മുടെ ചിന്തകൾ വരണം. അപ്പോഴേ നമ്മുടെ പ്രവർത്തനങ്ങളിൽ ഇഖ്ലാസ് ഉണ്ടാവുള്ളൂ. ഇഖ്ലാസ് ഉണ്ടെങ്കിലേ അള്ളാഹു സ്വീകരിക്കുള്ളൂ. നമ്മുടെ കൽബിൽ ഇഖ്ലാസ് ഉണ്ടെന്ന് റബ്ബ് തആലയ്ക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ ഹൗലും ഖുവ്വത്തും അള്ളാഹു നമുക്ക് ഇറക്കി തരുന്നു. സുബ്ഹാനല്ലാഹ്, അത് ഭയങ്കര ഒരു വർത്തമാനമാണ്. അള്ളാഹു ലാ ഹൗല വലാ ഖുവ്വത ഇല്ലാ ബില്ലാഹ്, അള്ളാഹു നൽകുന്ന ഹൗലും ഖുവ്വത്തുമേ നമുക്കുള്ളൂ, അള്ളാഹു നൽകുന്ന ശക്തിയെ നമുക്കുള്ളൂ, അള്ളാഹു നൽകുന്ന ശക്തിയെ നമുക്കുള്ളൂ എന്നാണ് നമ്മൾ ബോധിക്കുന്നതെങ്കിൽ അള്ളാഹുവിന് വേണ്ടി സാഹത്തുൽ അമൽ, പ്രവർത്തന ഗോതയിലേക്ക് നമ്മൾ ഇറങ്ങിയാൽ അള്ളാഹുവിന്റെ ഹൗലും ഖുവ്വത്തും അള്ളാഹു നമുക്ക് ഇറക്കിത്തരും. പടച്ചോന്റെ ഒരു സഹായം ഇങ്ങനെ വരും. നമുക്ക് ജനങ്ങൾ നമ്മൾ വിചാരിക്കാത്ത വഴിയിലൂടെ സഹായങ്ങൾ അള്ളാഹു എത്തിച്ചു തരും. നമുക്കത് കാണാനും അത് ബോധിക്കാനുമുള്ള ഒരു ഉൾക്കാഴ്ച ഉണ്ടായാൽ മതി.